ഇനി ഈ ശ്രേണിയുടെ അപ്പോൾ ഈ ശ്രേണിയുടെ അടുത്ത പദമാണ് കണ്ടുപിടിക്കുക. നോക്കിയാൽ 1 1 2 3 5 8. ഇവിടെ പ്രത്യേകം എന്താ, ഈ 1 1 കൂട്ടുമ്പോഴാണ് ഇവിടുത്തെ 2 വരുന്നത്. ഈ 2 3 കൂട്ടുമ്പോഴാണ് ഈ 5 വരുന്നത്. ഈ 3 5 കൂട്ടുമ്പോഴാണ് 8 വരുന്നത്. എങ്കിൽ അടുത്ത 8 5 കൂട്ടിയതായിരിക്കും അടുത്ത ടൈം. അപ്പോൾ എത്ര ആയിരിക്കും? 13. ഇത്രയേ ഉള്ളൂ. ഓരോ ടൈമുകൾ കൂട്ടിയാണ് അടുത്തത് വന്നത്. ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നോക്കാം. ഇവിടെ 3 ഗുണമൊന്നല്ല, ഇതൊരു ഓപ്പറേഷൻ, അതായത് സ്റ്റാർ ഒരു ഓപ്പറേഷൻ, എന്തോ ഒരു ഓപ്പറേഷൻ അവിടെ ചെയ്യുന്നത്. 3ഉം 2ഉം കൂടെ ഒരു ഓപ്പറേഷൻ ചെയ്താൽ 9 കിട്ടണം. അതേപോലെ 4ഉം 3ഉം അതേ ഓപ്പറേഷൻ ചെയ്താൽ, അതിപ്പോൾ അഡീഷൻ ആവും, സബ്ട്രാക്ഷൻ ആവും, മൾട്ടിപ്ലിക്കേഷൻ അല്ലെ, രണ്ടും കൂടെ കമ്പൈൻഡ് ആവുക, അപ്പോൾ എനിക്ക് 13 കിട്ടണം. 5ഉം 4ഉം കൂടെ അതേ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 17 കിട്ടണം. 6ഉം 5ഉം കൂടെ അതേ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എത്രയായിരിക്കും കിട്ടുന്നതെന്നാണ്. അപ്പോൾ നോക്കി, ഇവിടെ നമ്മളിപ്പോൾ ആദ്യമേ നമ്മൾ 3 2 കൂടെ ഗുണിച്ച് നോക്കും, കിട്ടുന്നില്ല, 6 വരത്തില്ല. ഇവിടെ 4 3 കൂടെ ഗുണിച്ചാൽ 12 വരുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് ഗുണിക്കുമല്ല, വേറെ എന്തോ മാറ്റമുണ്ട്. അപ്പോൾ പല ലോജിക്കുകൾ നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇവിടെ കറക്റ്റ് ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ 3നെ ഇവിടെ 3 കൊണ്ട് ഗുണിച്ചാലാ 9. അപ്പോൾ 3നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ 3നെ 3 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ 9. ആ ഒരു ലോജിക്കാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 4നെ ഇവിടെ എത്ര കൊണ്ടായിരിക്കും? 4 കൊണ്ടായിരിക്കും ഗുണിക്കേണ്ടത്. അപ്പോൾ 16 വരുന്നില്ല. അപ്പോൾ ആ ലോജിക്ക് തെറ്റാം. പിന്നീട് പറ്റുന്നത് 3ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ്? 3 പ്ലസ് 6 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടും. അപ്പോൾ 3ൻ്റെ കൂടെ ഇവിടെ ഇതിനെ 6 ആക്കണമെങ്കിൽ 2നെ എത്ര കൊണ്ട് ഗുണിക്കണം? അപ്പോൾ 2 ഗുണം 3. ഇപ്പോൾ 9 ആയില്ലേ, സെറ്റായി. അങ്ങനെയാണ് ആ ലോജിക്ക് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയല്ലോ. 4 പ്ലസ് പറ, ഇവിടുത്തെ നമ്പർ നമ്മൾ എത്ര കൊണ്ടാണ്? 3 കൊണ്ടാണ് ഗുണിച്ചത്. ഇവിടുത്തെ നമ്പറിനെ 3 കൊണ്ട് കൂടി 3 9 വരും. അപ്പോൾ അതും ശരിയാവുന്നുണ്ട്. അപ്പോൾ ലോജിക്ക് കറക്റ്റാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ചെക്ക് ചെയ്താലോ ശരിയാണോ? 5 പ്ലസ് ഇതിന് എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 4നെ 3 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 12. അപ്പോൾ 17 ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ലോജിക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 6 പ്ലസ് എത്ര ആയിരിക്കും? 5നെ 3 കൊണ്ട് ഗുണിക്കണം, 15 ആയിരിക്കും. വിച്ച് ഈസ് 21 ആയിരിക്കും അപ്പോൾ നമ്മളുടെ ആൻസർ. അപ്പോൾ ഇതുപോലെ പല ലോജിക്കുകൾ ആലോചിച്ച് നോക്കണം. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ പാടായിരിക്കും. നമ്മൾ ലോജിക്ക് പല രീതിയിലുള്ളത് ആലോചിച്ച് നോക്കിയാലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അടുത്തത് റീസണിങ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സുരേഷ് 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞ് 7 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എവിടെയായിരിക്കും? അപ്പോൾ ആദ്യമേ ഞാൻ ആ ഡയറക്ഷൻസ് ആദ്യം ഇംഗ്ലീഷിലൊന്ന് എഴുതാം, എന്നിട്ട് ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇനി നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ് എന്ന് പറയും. അപ്പോൾ നോർത്തിനെ നമ്മൾ വടക്കെന്നും, ഇത് തെക്കെന്നും, ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്. ഓക്കെ, അപ്പോൾ സുരേഷ് 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അപ്പോൾ എവിടെ നിന്നെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ്, നമുക്ക് എങ്ങോട്ടായാലും വരയ്ക്കാൻ സ്ഥലം വേണം. ഇവിടെ നിന്നാണ് എഴുതാം. കിഴക്കെന്ന് പറയുമ്പോൾ എത്ര? ഇങ്ങോട്ട് എത്ര? 7 കിലോമീറ്റർ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 7 വരച്ചു. ഇച്ചിരി നീട്ടി വരയ്ക്കും. ഇവിടെ ഇനി വരയ്ക്കാൻ സ്ഥലം കിട്ടിയില്ല എന്നൊന്ന് കരുതിയാണ് ഞാൻ വെച്ചു. അവിടെ നിന്ന് വലത്തോട്ട് ഇരിക്കും. അപ്പോൾ സുരേഷ് ഇപ്പോൾ ഇങ്ങനെ പോയതാ, ഇങ്ങോട്ട് നോക്കി നിൽക്കുക അല്ലേ? അങ്ങോട്ട് നോക്കി നിൽക്കുന്ന ഒരാളുടെ വലത് എങ്ങോട്ടായിരിക്കും? താഴോട്ടായിരിക്കും. ഇടത് മുകളിലോട്ടും ആയിരിക്കും. അപ്പോൾ ഇനി അയാൾ വലതെന്ന് പറഞ്ഞാൽ ഇവിടുന്നാണ് വലത് പോകുന്നത്. ആ വലതപ്പോൾ ഇങ്ങോട്ട് വലതോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ, ഇവിടുന്ന് താഴോട്ടായിരിക്കും. അപ്പോൾ 4 കിലോമീറ്റർ പോകുന്നത്. അപ്പോൾ അയാൾ ഇങ്ങനെ നോക്കി നിൽക്കുവാണേ, 4 അതിനുശേഷം ഇവിടുന്ന് വലത് ഒന്ന് ആലോചിച്ച് നോക്കെ. അയാളിപ്പോൾ മുകളിലോട്ടാണ് നോക്കി നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ വലതെന്ന് പറഞ്ഞാൽ ഇത് വരും, ഇടതെന്ന് പറഞ്ഞാൽ ഇത് വരും. ഇനി അയാൾ താഴോട്ട് ഇങ്ങനെ നോക്കിയാണ് നിൽക്കുന്നതെങ്കിലോ, അപ്പോൾ വലതെന്ന് പറയുന്നത് ഏതാ? ഇതായിരിക്കും വലത് അയാളുടെ. അതായത് വലത് ഇടതും തിരിഞ്ഞു വരും. ഇപ്പോൾ ഇവിടുന്ന് ഇയാളുടെ വലത് എങ്ങോട്ടാ? മുകളിലോട്ടാണ് പോകുന്നത്, വലത് ഇങ്ങോട്ടായിരുന്നു. താഴോട്ട് വരുമ്പോൾ ഇങ്ങോട്ടാണ് വലത്. അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും 7 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന്, അപ്പോൾ യാത്ര തുടങ്ങിയത് ഇവിടുന്നാണ്, എവിടെയായിരിക്കും? അപ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് പറയുന്നതിനെ നമ്മളെന്ത്? തെക്കോട്ട് 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ തെക്ക്. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ശ്രേണിയിൽ പെടാത്തത്? അപ്പോൾ നമുക്ക് ആ ശ്രേണി കണ്ടുപിടിക്കാം. 3 6 11 18 ഡാഷ്.
അപ്പോൾ ഇങ്ങനെ മുമ്പേ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇതിലിവിടെ 3 ഡിഫറൻസ്, ഇവിടുത്തെ ഡിഫറൻസ് 5 ഇവിടുത്തെ ഡിഫറൻസ് 7. അപ്പോൾ ഇതേ രീതിയിലാണ് ഇത് പ്രൈം നമ്പേഴ്സ് ആയിട്ട് എടുക്കാം, എന്നാൽ ഓഡ് നമ്പേഴ്സ് ആണ്. നമുക്ക് ആദ്യമേ ഓഡ് നമ്പേഴ്സ് ആയിട്ട് തന്നെ പോവാം, കാര്യം നമുക്ക് പ്രൈം ആണോ എന്ന് നെക്സ്റ്റ് നമ്പർ പറഞ്ഞില്ല. അപ്പോൾ അടുത്തത് 9 ഡിഫറൻസ് എടുത്താൽ 18 9 27. പിന്നെ 27ൻ്റെ കൂടെ 11 കൂടെ കൂട്ടിയാൽ 38. 38ൻ്റെ കൂടെ വീണ്ടും 11 13 കൂട്ടണം, അപ്പോൾ 51 വരും. അപ്പോൾ ഇവിടെ 51 ഉണ്ട്, 38 ഉണ്ട്. 51ൻ്റെ കൂടെ വീണ്ടും എത്ര ആഡ് ചെയ്യേണ്ടത്? 15 അല്ലേ ഇനി ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 66 വരും. അപ്പോൾ 66 ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് വരാത്ത നമ്പർ ഏതാ? 37 ആയിരിക്കും. ഇപ്പോൾ വരാത്തതാണ്, ഉൾപ്പെടാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. 37 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത് 7 + 8 ഡിവൈഡ് ബൈ 4 - 2 ഗുണം 3 + 1. മുമ്പേ പറഞ്ഞ അതേ റൂള്, ബോർഡ് മാത്സ്, ആദ്യം ഡിവിഷൻ ചെയ്യണം. 8/4 എത്രയാണ്? 2. അതിൻ്റെ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷമാണ് മൾട്ടിപ്ലിക്കേഷൻ. അത് ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുക, 6. ബാക്കിയൊക്കെ ഞാൻ ആദ്യമാണ് കൊടുക്കുകയെന്ന് കരുതുക. 7 + ഇനി നമ്മൾ എന്ത് ചെയ്യണം? അഡീഷൻ ആദ്യം ചെയ്യണം. 7 + 2 9, മൈനസ് അവിടെ കിടക്കട്ടെ, +1 ഇടുക. ഇവിടെ നിങ്ങൾ ഇതും ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, മൈനസ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് ഞാൻ എളുപ്പവഴി പറഞ്ഞാൽ 9 1 ആദ്യം ആഡ് ചെയ്യും. 10 10ൽ നിന്ന് 6 കുറച്ചാൽ 4 ആയിരിക്കും നമ്മളുടെ ആൻസർ. ഓക്കെ, അടുത്ത 3 വർഷം മുമ്പ് മത്തായിക്ക് മകൻ ജോണിന്റെ വയസ്സിന്റെ 4 മടങ്ങ് പ്രായമുണ്ട്. 2 വർഷം കഴിയുമ്പോൾ മത്തായിയുടെ പ്രായം ജോണിന്റെ പ്രായത്തിന് 3 മടങ്ങാകും. എന്നാൽ ഇപ്പോൾ മത്തായിയുടെ പ്രായം എത്ര? ഓക്കെ, അപ്പോൾ ആദ്യമേ അവർ പറഞ്ഞിരിക്കുന്നത്, നമ്മളെപ്പോഴും ആദ്യം ഒരു പ്രസന്റ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതാണ് പ്രസന്റ് ഏജ്. പ്രസന്റ് ഏജിൽ നിന്ന് ഇവർ പറയാൻ 3 വർഷം മുമ്പ്, ഇപ്പം -3 എന്ന് കൊടുക്കുക, 3 വർഷം മുമ്പുള്ള കാണിക്കുക. അപ്പോൾ മത്തായി എന്ന് പറയുന്ന ഒരാളുണ്ട്, ദെൻ മകൻ ജോണുണ്ട്. അപ്പോൾ ജോണിന്റെ വയസ്സിന്റെ 4 മടങ്ങ്. അപ്പോൾ സാധാരണ നമ്മൾ എന്താ എക്സ് എന്നാണ് എടുക്കുക. ജോണിന് എക്സ് ആണ് വയസ്സ്, അതിൻ്റെ 4 മടങ്ങ് എത്ര? 4x ആയിരിക്കും മത്തായിയുടെ പ്രായം. ഇതെപ്പോഴാണ്? 3 വർഷം മുമ്പാണ്. ഇനി 2 വർഷം കഴിയുമ്പോൾ ഉള്ള കാര്യം പറഞ്ഞത്. എപ്പോഴും നമ്മൾ പറഞ്ഞാൽ 2 വർഷം കഴിയുമ്പോൾ, അല്ലെ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പേ, പിന്നെ അതിന് വർഷങ്ങൾക്ക് ശേഷം പറയുമ്പോൾ എപ്പോഴും നമ്മൾ പ്രസന്റ് വെച്ചിട്ടാണ് നമ്മൾ കൂട്ടേണ്ടത് കേട്ടോ. നിങ്ങൾ ഇവിടുന്ന് 2 വർഷം വരരുത്, പ്രസന്റ് ടൈമിൽ വന്നിട്ട് വേണം പ്ലസ്. അപ്പോൾ നമ്മൾ ആദ്യം പ്രസന്റ് വരണ്ടേ? പ്രസന്റ് വരണമെങ്കിൽ ഇത് 3 വർഷം മുമ്പല്ലേ? 3 വർഷം മുമ്പ് ജോണിന് എക്സ് വയസ്സാണെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ, അതായത് പ്രസന്റ് ടൈമിൽ x+3 ആയിരിക്കത്തില്ലേ? ഇയാൾക്കോ 4x + 3 ആയിരിക്കത്തില്ലേ? ഓക്കെ ആണേ. ഇനി 2 വർഷം കൂടെ കഴിയുമ്പോൾ എന്താവും? x+5 ആവും. ഇയാടെ 4x + 5 ആവും. ഓക്കെ, അന്നേരം പറയാം 2 വർഷം കഴിയുമ്പോൾ മത്തായിയുടെ പ്രായം, ഇതാണ് മത്തായിയുടെ പ്രായം. ജോണിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാണ്, ഇതിന്റെ 3 മടങ്ങാണ്. അതായത് 4x + 5 എന്ന് പറയുന്നത് ഈ x+5ന്റെ 3 മടങ്ങെന്ന് പറഞ്ഞാൽ × 3 ആയിരിക്കും. അപ്പോൾ ആദ്യമേ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3x + 15 എന്ന് വരും അല്ലേ? 3 കൊണ്ട് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 4x + 5 ഓൾറെഡി ഉണ്ട്. ഇനി നമ്മൾ എക്സിന്റെ ടൈമെല്ലാം ഒരുമിച്ച് കൊണ്ടുവരില്ലേ? അപ്പോൾ 3x ഇപ്പുറം വരുമ്പോൾ എന്താവും? -3x എന്നാവും. ഓക്കെ, എന്നിട്ട് ഞാൻ സമം കൊടുത്തു. ഓൾറെഡി ഇവിടെ ഒരു 15 ഉള്ളത് ഞാൻ എടുത്ത് എഴുതുക. ഈ 5 ഇപ്പുറം വരുമ്പോൾ -5 ആവും. അപ്പോൾ 4xൽ നിന്ന് 3x കുറച്ചാൽ 1x, അഥവാ x തന്നെ. 15ൽ നിന്ന് 5 കുറച്ചാൽ 10. എന്നാൽ ഇപ്പോൾ മത്തായിയുടെ പ്രായം എത്ര? അപ്പം ഇപ്പോഴെന്ന് ഉദ്ദേശിക്കുന്നത് പ്രസന്റ് ഏജ്. അപ്പോൾ x 10 കിട്ടിയെങ്കിൽ ഇപ്പോഴത്തെ മത്തായിയുടെ ഏജ് എന്ന് പറഞ്ഞാൽ എക്സിനെ 4 കൊണ്ട് ഗുണിക്കാം, 40, 40 + 1 43 ആയിരിക്കും കേട്ടോ. ഇപ്പോഴെന്ന് ഉദ്ദേശിക്കുന്നത് പ്രസന്റ് ഏജ് ആയിരിക്കും. ഇതൊക്കെ കണ്ടീഷനാണ്, 2 വർഷം കഴിയുമ്പോൾ ഉള്ള കണ്ടീഷനാണ്. അതല്ല, പ്രസന്റ് ഏജ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തേക്കാണ്. അപ്പം 43 ആയിരിക്കും നമ്മളുടെ ആൻസർ. ഇനി ഒരു ക്ലോക്കിൽ സമയം 4 മണിയാകുമ്പോൾ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ. നമ്മൾ ഓൾറെഡി മുമ്പ് ചെയ്തതാണ്. അപ്പോൾ 4 മണി എന്ന് പറയുമ്പോൾ ഞാൻ എഴുതാം 12 1 2 3 4. 4 മണി എന്ന് പറയുന്നത് നോക്കിയാൽ 4 ഇവിടെ മണിക്കൂർ സൂചിയാണ്, ചെറുതായിട്ട് വരിക. ഇത് ഇവിടെ ആയിരിക്കും. ഞാൻ പറഞ്ഞു ഓരോ അക്ഷരങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര? 30. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ 30, ഇത് 60, ഇത് 90, ഇത് 120. അപ്പോൾ 120 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി 3:12 = x 60 ആയാൽ 3:12 നമുക്ക് 3/12 എന്ന് എഴുതാം.
അത് x/60 ആണെങ്കിൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതിലും ബെറ്റർ ആയിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്തും ചെയ്യാം. ആദ്യം ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 60 × 3 എത്ര 180, 12 × x എത്ര 12x. ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി 180/12 ചെയ്താൽ മതി. ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും ഒരു 12 12 60ൽ 5 12 60 15 കിട്ടും. ഇത് വേണം നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ക്യാൻസൽ ചെയ്ത് 3 12 ക്യാൻസൽ ചെയ്തേ ഇവിടെ 4 കിട്ടത്തില്ല, 4 ഇതുകൂടെ ക്യാൻസൽ ചെയ്തേ 15 കിട്ടത്തില്ല. ഡയറക്റ്റ് എക്സ് 15 ഇവിടുന്ന് എഴുതാം. അതല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റെപ്പ് എഴുതിയാലും ചെയ്യാം. ഇനി പ്ലസ് എന്നത് ഇൻറ്റുവിനെയും മൈനസ് എന്നത് പ്ലസിനെയും പ്ലസ് എന്നത് മൈനസിനെയും മൾട്ടിപ്ലിക്കേഷൻ എന്നത് പ്ലസിനെയും സൂചിപ്പിച്ചാൽ 6 പ്ലസ് ഇതിൽ ക്വസ്റ്റ്യനിൽ ഒരു പ്രശ്നമുണ്ട്. ഐ തിങ്ക് ഇത് രണ്ടും പ്ലസ് ആണെങ്കിൽ പറ്റത്തില്ല. ഐ തിങ്ക് 6/3 പ്ലസ് 2 മൈനസ് 8 × 4 എന്നായിരിക്കും. ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ. നമ്മൾ ക്വസ്റ്റ്യൻ കോപ്പി പേസ്റ്റ് ചെയ്താൽ വന്നതായിരിക്കും. ഇത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. കാര്യം ഇത് രണ്ടും പ്ലസ് വരത്തില്ലല്ലോ. വേറെ ഒരു ഓപ്പറേഷനും വേണ്ട. ഡിവിഷന് വരെ എന്താ ആക്കുന്നത്? ഇവിടെ പ്ലസ് എന്നത് ഇൻറ്റു മൈനസ് എന്നത് ഡിവിഷനും ആയിരിക്കണം. ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ക്വസ്റ്റ്യൻ ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. കാര്യം ഇവിടെ ഈ പ്ലസും ഡിവിഷനും നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇവിടെ ഇങ്ങനെ പ്ലസ് ഇങ്ങനെയും ഡിവിഷൻ ഇങ്ങനെയല്ലേ, അപ്പോൾ ഒരു പ്രശ്നം വരുന്നതാണ്. ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. 7 10 6 13 5 16. അപ്പോൾ 7 10 6 13 5 16. ഇത് ഇതിലെ 9ാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ശ്രദ്ധിക്കണം, ഇതിനെ നമുക്ക് ഓൾട്ടർനേറ്റ് സീക്വൻസ് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റ് നമ്പറുകൾ കണക്ട് ചെയ്ത് പെട്ടെന്ന് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാടായിരിക്കും. ഓൾട്ടർനേറ്റ് നമ്പർ എന്ന് വെച്ചാൽ ഇതും എങ്കിൽ അത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന നമ്പറായിരിക്കും. അതേപോലെ 10ഉം ഇതും ഈ നമ്പരും ഇനി ഇത് കഴിഞ്ഞ് വരുന്ന നമ്പരും ആയിരിക്കും റിലേഷൻ. അപ്പോൾ പറഞ്ഞേ 7 6 ആകുമ്പോൾ 1 കുറഞ്ഞില്ലേ, 6 5 ആകുമ്പോൾ 1 കുറഞ്ഞു, എങ്കിൽ 5 1 പറഞ്ഞാൽ 4 ആയിരിക്കും ഇവിടെ. ഇനി ഇവിടെ 10 13 ആയി, 13 16 എത്ര 3 വീതം കൂടി പോകാം, എങ്കിൽ 16 എത്ര ആവും 19 ആവും. ഇപ്പം നമുക്ക് 1 2 3 4 5 6 7 8. ഇനി 9ാമത്തെ ടേം എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്തായിരിക്കും. 4 കഴിഞ്ഞാൽ ഇത് കുറഞ്ഞല്ലേ വരുന്നത്, 7 6 5 4 കഴിഞ്ഞിട്ട് 3 ആയിരിക്കും. സോ ആൻസർ ഈസ് 3. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇതിലെന്തെങ്കിലും മാറ്റങ്ങളോ അതായത് ക്വസ്റ്റ്യൻസ് പറയുന്നതിൽ എന്തെങ്കിലും മനസ്സിലാകാൻ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇതിലേപോലെ വേറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് മാത്സ്, റീസണിങ്, GK, ഇംഗ്ലീഷ് എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും. അതും ആവശ്യമുള്ളവർ കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ബൈ.